ഇത്തവണത്തെ നീറ്റ് ടോപ്പർ ആയിട്ടുള്ള മഹേഷ് കുമാറിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്ത 3 കീ സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്. ഒന്നാമത്തേത് കൺസിസ്റ്റൻസി ഓവർ ഇന്റൻസിറ്റി. ചില ആളുകൾ ഉണ്ടാവും, അവർ ഫസ്റ്റ് അങ്ങോട്ട് തുടങ്ങുമ്പോൾ നല്ല ആവേശത്തിൽ തുടങ്ങും, പിന്നെ മെല്ലെ മെല്ലെ താഴോട്ട് പോകും, റൈറ്റ്? ഈ അപ്സ് ആൻഡ് ഡൗൺസിന് പകരം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഫിക്സഡ് ടൈം ടേബിൾ വെച്ചിട്ട് ഓവർ പ്രഷർ എടുക്കാതെ എന്നാൽ ഓവർ റിലാക്സ്ഡ് ആവാതെയാണ് മഹേഷ് കുമാർ അദ്ദേഹം പ്രിപ്പയർ ചെയ്തത്. രണ്ടാമത്തേത് ബാലൻസ്ഡ് കോൺഫിഡൻസ്. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പോയിന്റാണ്. അതായത് ചില ആളുകൾ ഉണ്ടാവും, എനിക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസിൽ സ്ഥിരമായിട്ടുള്ള ആളുകൾ, അവർക്കാണ് എക്സാം വരുമ്പോൾ അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമതൊരു കൂട്ടം ആളുകൾ ഉണ്ടാവും, എപ്പോഴും സെൽഫ് ഡൗട്ട് അടിച്ച് നടക്കുന്ന ആളുകൾ. ഞാൻ എത്ര പഠിച്ചിട്ടും എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് കഴിയൂല, ഇതൊന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതിനിടയിൽ ഒരു ബാലൻസ്ഡ് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ശരിക്കും നല്ലൊരു സൈക്കോളജിക്കൽ മൂവാണ്. അതിന്റെ മഹേഷ് കുമാറിനെ ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. മൂന്നാമത്തേത് ഹി വാസ് നോൺ നെഗോഷ്യബിൾ ഇൻ മോക്ക് ടെസ്റ്റുകൾ എന്നുള്ളതാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷകൾ വരുമ്പോൾ നമ്മൾ കുട്ടി പറയും, ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് എഴുതുന്നില്ല. അപ്പോൾ ഒന്ന്, നമ്മൾ പരീക്ഷകൾക്ക് വേണ്ടി ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കണം, നമ്മൾ വേറെ വഴിയല്ല പോകേണ്ടത്. രണ്ടാമത്, നമുക്കിനി പഠിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും പരീക്ഷകൾ എന്നുള്ളത് ലേണിങ്ങിന്റെ ഒരു ടൂളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മോക്ക് ടെസ്റ്റുകൾ എഴുതാതിരിക്കുക എന്നുള്ളത് കുട്ടികൾ വരുത്തുന്ന വലിയ മിസ്റ്റേക്കുകളിൽ ഒന്നാണ്. ഇതിൽ ഏതെല്ലാം മിസ്റ്റേക്സ് ആണ് നിങ്ങൾക്കുള്ളത് താഴെ കമന്റ് ചെയ്യുക.